മകരവിളക്ക് ഇന്ന് മകരജ്യോതി ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിൽ അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി ദേവസ്വം ബോർഡ്. വെല്ലുവിളി നിറഞ്ഞ തീർത്ഥാടന കാലമാണ് പൂർത്തിയാകുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സന്നിധാനത്ത് നിന്നും റിനു ശ്രീധർ ചേരുകയാണ്. റിനു, ഇനിയും കുറച്ചു സമയം മാത്രമേ ഉള്ളൂ മകരജ്യോതി തെളിയാനായി. അവസാന നിമിഷത്തിൽ ഏതെല്ലാം രീതിയിലാണ് അവിടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ തീർത്ഥാടകരുടെ ഒഴുക്ക് എങ്ങനെയാണ്? പ്രിയ, ഇനി 4 മണിക്കൂറും 30 മിനിറ്റ് മാത്രമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുവാൻ വേണ്ടി അവശേഷിക്കുന്ന സമയം എന്ന് പറയുന്നത്. കൃത്യമായി തന്നെ ഒരു ശുദ്ധിക്രിയ പോലെയുള്ള ഒരു ശുചീകരണ പ്രവർത്തനം അവസാനഘട്ട ഒരുക്കങ്ങളുടെ ഭാഗമായി സന്നിധാനത്ത് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസും ദേവസ്വം ബോർഡും. സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങളെയാണ് നമുക്കിപ്പോൾ സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. അയ്യപ്പ ദർശനത്തിനായി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കാനനപാതയിലും മറ്റും എത്തി വിരിവെച്ച് പർണശാലകൾ കെട്ടി പാചകം ചെയ്ത് കാത്തിരിക്കുന്ന അയ്യപ്പന്മാരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് വൈകുന്നേരം 6:45 ഇവർക്ക് മകരവിളക്ക് ദർശന പുണ്യം സാധ്യമാവുക. അതിനുശേഷം തിരുവാഭരണ വിഭൂഷകനായ അയ്യപ്പനെ തൊഴുതു വണങ്ങിയതിനു ശേഷം മലയിറങ്ങണം എന്നാണ് പോലീസ് കൃത്യമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആരെയും ഇവിടെ തങ്ങാൻ അനുവദിക്കില്ല. കൃത്യമായി തന്നെ നമുക്കറിയാം പമ്പയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിൽ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് പോലീസ് കർശനമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ ഇങ്ങോട്ട് കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നിലവിൽ ലക്ഷോപലക്ഷം ആൾക്കാരാണ് സന്നിധാനത്ത് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ആളുകളെ തിരികെ എത്തിച്ചതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ട് കയറ്റാവൂ എന്നുള്ളൊരു നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് അത്രയ്ക്കും ഒരു ക്രൗഡാണ് നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയും രാവിലെ തന്നെ അറിയിച്ചിരുന്നു. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് ഉള്ള പ്രതികരണങ്ങളും ആരാഞ്ഞിരുന്നു. അതായത് ഒരു വെല്ലുവിളി നിറഞ്ഞ മണ്ഡലകാലമാണ് അവസാനിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പുണ്യഭൂമിയെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു പ്രതികരണവും അദ്ദേഹം നൽകിയിരുന്നു. എന്തായാലും സംസ്ഥാന സർക്കാർ ഒപ്പമുള്ളത് ദേവസ്വം ബോർഡിനും ദേവസ്വം ഭക്തജനങ്ങൾക്കും വലിയൊരു ആശ്വാസമാണ് ഉള്ളത്. വരുമാനം കുറഞ്ഞെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിരുന്നു എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും സന്നിധാനം വളരെ ശാന്തമാണ്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഏകദേശം പമ്പയോട് അടുക്കാറായി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത്തരത്തിൽ 6 മണിയോടുകൂടിയായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുക. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ തിരുവാഭരണം ക്ഷേത്ര നടയിലേക്ക് സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും തിരുവാഭരണ വിഭൂഷകനായ അയ്യപ്പനെ ദീപാരാധന നടത്തുന്നത്. അപ്പോഴായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് ആചാരക്രമങ്ങൾ. അതിനുശേഷം 7:52 മകര സംക്രമ പൂജ നടക്കുക. തിരുവിതാംകൂറിൽ നിന്ന് കൊണ്ടുവന്ന 7 നെയ്ത്തേകളിൽ നിന്നുള്ള നെയ് അഭിഷേകം നടത്തിയായിരിക്കും സംക്രമ പൂജ നടത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് സന്നിധാനത്ത് നിന്ന് നമുക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരവും. പ്രിയ, ശരി, സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങളാണ് റിനു നൽകിയത്. പമ്പയിൽ നിന്നും അഭിറാം ചേരുന്നുണ്ട്. അഭിറാം, തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം പമ്പയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? തിരുവാഭരണ ഘോഷയാത്ര പമ്പയിൽ കണക്ട് ചെയ്യുന്നില്ല. അതിന് പകരം പമ്പയിൽ നിന്ന് മാറി വരുന്ന ചെറിയാനവട്ടം വഴി നീലിമലയിലേക്കാണ് തിരുവാഭരണ ഘോഷയാത്ര പോവുക. 2:30 ഈ പ്രദേശത്ത് ചെറിയാനവട്ടത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തും. തുടർന്ന് ചെറിയാനവട്ടം വഴി നീലിമല കയറി അപ്പാച്ചിമേലൂടെ ശബരിപീഠത്തിൽ 4:30 എത്തുന്ന തിരുവാഭരണ ഘോഷയാത്ര പിന്നീട് 6 മണിക്ക് സന്നിധാനത്ത് സ്വീകരണത്തോടു കൂടി സന്നിധാനത്തേക്ക് എത്തും എന്നതാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ അവസ്ഥ. പമ്പയിൽ ഇപ്പോൾ തിരക്ക് കൂടി വരുന്നുണ്ട്. നേരത്തെ എല്ലാം തന്നെ ഇവിടെ നിന്ന് 6 ലക്ഷത്തിലധികം ആൾക്കാർ ഇവിടെ നിന്ന് ഇപ്പോൾ സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ തിരക്ക് കണക്കിലെടുത്ത് എല്ലാവരെയും കയറ്റിവിടണ്ട എന്നൊരു തീരുമാനം ഇപ്പോൾ പോലീസ് എടുത്തിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും നല്ല തിരക്കുണ്ട്. തീർത്ഥാടകരുടെ നല്ല തിരക്കുണ്ട്. വലിയ തോതിൽ തന്നെ തീർത്ഥാടകർ എത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിച്ചതുപോലെയുള്ള 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും അപ്പുറത്തേക്ക് തീർത്ഥാടകരുടെ എണ്ണം പോകും എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയ തിരക്കുണ്ടാകുമ്പോൾ തന്നെ തീർത്ഥാടകരുടെ സുരക്ഷയും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് പമ്പയിൽ പോലീസും ഫയർഫോഴ്സും മറ്റും ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ പമ്പയിൽ നിന്ന് മകരവിളക്ക് കാണാനുള്ള കഴിയില്ല എന്നത് പ്രത്യേകതയാണ്. നമുക്കറിയാം പ്രളയം വരുന്നത് തന്നെ പമ്പയെ
ബാധിച്ചിരുന്നു. പമ്പ കരകവിയുകയും ഈ പ്രദേശം പൂർണ്ണത്തിന് വെള്ളത്തിനടിയിൽ ആവുകയും ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടായ മണ്ണിടിച്ചിൽ ഇപ്പോഴും പൂർണ്ണമായി പമ്പയിൽ മാറിയിട്ടില്ല. തന്നെ ഈ മണ്ണിടിച്ചിലുള്ളതിനാൽ തന്നെ ഹിൽ ടോപ്പിലേക്ക് ഇത്തവണ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കേണ്ട തീരുമാനമെടുത്തത്. കാരണം മണ്ണിടിച്ചിൽ തുടർന്നാൽ തന്നെ ഇത്രയും കൂട്ടമായി തന്നെ ഞങ്ങൾ അവിടേക്ക് എത്തിയാൽ അപകട സാധ്യത കൂടുതലാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അത്തരം ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനാൽ തന്നെ പമ്പയിൽ ഇത്തവണ മകരവിളക്ക് കാണാൻ കഴിയില്ല. സന്നിധാനത്തും മറ്റ് പ്രദേശങ്ങളിലും മാത്രമായിരിക്കും ഇത്തവണ മകരവിളക്ക് ദർശനം സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ തിരുവാഭരണ ഘോഷയാത്ര പമ്പയിൽ എത്താത്തത് കൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് ഇവിടെ ഈ തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കാനുള്ളവർ ചെറിയാനവട്ടത്തേക്ക് പുറപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് യാത്രയാക്കും. തിരുവാഭരണ ഘോഷയാത്രയും പമ്പയിൽ ഇത്തവണ എത്തുന്നില്ല. അതുപോലെ തന്നെ ഈ എത്തുന്ന തീർത്ഥാടകർക്കെല്ലാം തന്നെ ഇവിടെ വിരിവയ്ക്കാനുള്ള സൗകര്യം ഇപ്പോഴും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് പോകാൻ കഴിയാത്ത തീർത്ഥാടകർക്ക് ഇവിടെ വിരിവയ്ക്കാം. തുടർന്ന് മകരവിളക്ക് സമയമാകുമ്പോൾ എവിടേക്കാണോ അവർക്ക് മകരവിളക്ക് കാണാൻ കഴിയേണ്ട അവസ്ഥ ഉണ്ടാകും അവിടേക്ക് അവർക്ക് പോവുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തവണകളിൽ ഉണ്ടായ ദുരന്തങ്ങളുണ്ട്, പല തവണയായി ഉണ്ടായ ദുരന്തങ്ങൾ, അത് കണക്കിലെടുത്ത് തന്നെ ഇത്തവണ പൊന്നമ്പല മേത്തിൽ തെളിയുന്ന മകരജ്യോതി കാണാൻ മരങ്ങളിലും മറ്റും കയറാൻ ആരെയും അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റ് കുന്നുകളും മറ്റുമുണ്ട്, അവിടേക്കും ആരെയും കടത്തിലുണ്ടാകുന്ന തീരുമാനം പോലീസ് എടുത്തിട്ടുണ്ട്. ഈ പലയിടങ്ങളിലും തീർത്ഥാടകർ ഇവിടെ കയറിയാൽ കാണാം എന്ന തരത്തിൽ പറയുകയും തുടർന്ന് കൂട്ടമായി തന്നെ ഈ തീർത്ഥാടകർ ഇതര സംസ്ഥാനത്ത് അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് കൂട്ടമായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു. മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇത്തവണ അത്തരത്തിലൊരു നീക്കം പാടെ ഉപേക്ഷിക്കണമെന്ന് പോലീസ് ഇവരോടെല്ലാം തന്നെ പറയുന്നുമുണ്ട്. ഈ സന്നിധാനത്തേക്ക് നിലവിൽ ഇപ്പോൾ ആളുകൾ തീർത്ഥാടകർ കയറുന്നുണ്ട്. പക്ഷേ അത് ഏത് നിമിഷവും വേണമെങ്കിലും അവിടെ തടയാനുള്ള സാധ്യതയുണ്ട്. എത്ര തീർത്ഥാടകർക്ക് വേണമെങ്കിലും അവിടെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറയുമ്പോഴും കണക്കുകൾക്ക് അപ്പുറത്തേക്ക് തീർത്ഥാടകർ എണ്ണം വർദ്ധിച്ചപ്പോൾ അത് തീർച്ചയായും സുരക്ഷയുടെ ഭാഗമായി തന്നെ നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അത്തരം നിയന്ത്രണം ഇപ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോഴും തീർത്ഥാടകർ വലിയ തന്നെ പമ്പയിലേക്ക് എത്തുന്നുണ്ട്. 1 ലക്ഷത്തിലധികം പേർ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 6 ലക്ഷത്തിലധികം പേർ അവിടെ കയറിയിട്ടുണ്ട്. പലരും ഇപ്പോൾ ഇവിടെ വിരിവയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടേക്ക് കയറാൻ കഴിയാതെ വരികയാണെങ്കിൽ, പാതി വഴിയിൽ പെട്ടുപോവുകയാണെങ്കിൽ എന്നൊരു ആശങ്ക കൊണ്ട് ഇവിടെ വിരിവയ്ക്കുന്ന ആൾക്കാരുമുണ്ട്. എന്തായാലും മകരവിളക്കും ശേഷവും നാളെയും തൊഴുകാൻ സാധ്യതയുള്ള ആൾക്കാരുമുണ്ട്. അതെല്ലാം തന്നെ ഇവിടെ ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ഇത്തരത്തിൽ ഇന്ന് സന്നിധാനത്തേക്ക് ഇന്നും ഇന്നലെയുമായി ക്യാമ്പ് ചെയ്ത തീർത്ഥാടകരുണ്ട്. അവർ തിരിച്ച് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. നാളെ ഈ മകരവിളക്ക് കഴിയുന്നവരുടെ തിരിച്ച് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും. ആ ഒരു അവസ്ഥ കണക്കിലെടുത്ത് തന്നെ വലിയ ഒരു അപകട സാധ്യത ഉണ്ടാവേണ്ട ഒരു സമയമാണത്. കാരണം കൂട്ടമായി തന്നെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ തിരികെ ഒഴുകിയെത്തുമ്പോൾ അത് ഒരു ആളെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അത് വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവെത്തിക്കാനുള്ള സാധ്യത. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള സുരക്ഷയും ഇപ്പോൾ തന്നെ പോലീസ് എടുക്കുന്നുണ്ട്. ഈ ഇത്തരം ഒരു എമർജൻസി എക്സിറ്റ് അടക്കമുള്ളവ ഇപ്പോൾ തന്നെ പമ്പയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തരം വലിയൊരു തിരക്കുണ്ടാകുമ്പോൾ പല വഴിയിലൂടെ ഭക്തരെ തിരിച്ചിടുക എന്നൊരു രീതിയാണ് പമ്പയിൽ പോലീസ് പരീക്ഷിക്കുന്നത്. ഒരു വഴി ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ വിശാലമായ പല വഴികളിലൂടെ തന്നെ തീർത്ഥാടകരെ തിരിച്ചുവിടുക എന്ന രീതിയാണ് ഇപ്പോൾ പോലീസ് ഇവിടെ പമ്പയിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വലിയ രീതിയിൽ എന്തായാലും തിരക്കുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം സകല കണക്കുകൾക്കും അപ്പുറത്തേക്ക് എല്ലാ രീതിയിലുമുള്ള ഒരുക്കങ്ങൾ അധികൃതർ പൂർത്തിയാക്കിയിരിക്കുന്നു. കനത്ത സുരക്ഷയാണ് പമ്പയിലും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തിരക്കാണ് പമ്പയിൽ അനുഭവപ്പെടുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് അഭിറാം നൽകിയത്. മഞ്ജു പൊന്നു 18ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തായി. കഴിഞ്ഞ 8-ാം തീയതി രാവിലെ 7:15-നാണ് മഞ്ജു ശ്രീകോവിലിൽ പ്രവേശിച്ചത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ വാർത്തകൾ പങ്കുവെക്കുന്നതിനായി രൂപീകരിച്ച ഓൺലൈൻ കൂട്ടായ്മയായ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ചിത്രങ്ങളും വീഡിയോയും സഹിതം വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ശബരിമല 18ാം പടി ചവിട്ടി സന്നിധാനത്ത് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദളിത് മഹിളാ ഫെഡറേഷന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാവായ മഞ്ജു മുൻപും ദർശനത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും കഴിഞ്ഞിരുന്നില്ല. ഇക്കുറി പോലീസ് സുരക്ഷയില്ലാതെയാണ് ദർശനം നടത്തിയതെന്ന് മഞ്ജു പറയുന്നു. എന്നാൽ മഞ്ജു സന്നിധാനത്ത് എത്തിയത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരണങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ച് യുവതീ പ്രവേശനം സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടവേള. കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും നിരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിവാദ ഉത്തരവ് ഇടക്കാലമായി സ്റ്റേ ചെയ്യാൻ സാധിക്കില്ലെന്ന് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരിന്റെ മറുപടി കേട്ട ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. വിഷയത്തിൽ 6 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് കേന്ദ്രത്തോട് കോടതി ഉത്തരവിട്ടു.
പൗരന്റെ സ്വകാര്യതയിൽ കടന്നുകയറാൻ 10 അന്വേഷണ ഏജൻസികൾക്ക് അനുമതി നൽകുന്ന ഉത്തരവ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. കേന്ദ്ര സർക്കാരിന്റെ വിവാദ ഉത്തരവ് ഇടക്കാലമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് 4 പൊതുതാൽപര്യ ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ എത്തിയത്. കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും ഉൾപ്പെടെയുള്ള എല്ലാ ഡിജിറ്റൽ ആശയവിനിമയങ്ങളും നിരീക്ഷിക്കുന്നതിന് അന്വേഷണ ഏജൻസികൾക്ക് സർവ്വസ്വാതന്ത്ര്യം നൽകുന്ന വിവാദ ഉത്തരവ് കഴിഞ്ഞ ഡിസംബർ 20-നായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതോടൊപ്പം പൗരന് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിക്കാർ വാദിച്ചു. അതിനാൽ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. ഹർജിയിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാമെന്ന് കോടതി മറുപടി നൽകി. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം കേൾക്കാതെ സ്റ്റേ അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി ഉത്തരവിട്ടു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷയത്തിൽ 6 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. 6 ആഴ്ചയ്ക്ക് ശേഷം ഹർജികൾ കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. യോഗി സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി. ഉത്തർപ്രദേശിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ഗൌരവമായി പരിശോധിക്കേണ്ട വിഷയമാണെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. വിഷയത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനോട് സുപ്രീം കോടതി വിശദീകരണം തേടി. കൊലപാതകങ്ങളിൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റിയതും കോമൺവെൽത്ത് ട്രൈബ്യൂണലിലേക്കുള്ള തന്റെ നിയമനവും കൂട്ടിക്കുഴച്ചതിൽ ദുഃഖമറിയിച്ച് ജസ്റ്റിസ് AK സിക്രി. ഉന്നതതല സമിതിയിൽ നിന്ന് നിയോഗിച്ചത് കഴിഞ്ഞയാഴ്ചയാണെന്നും ട്രൈബ്യൂണലിലെ ഇന്ത്യൻ പ്രതിനിധിയാകാൻ സമ്മതം അറിയിച്ചത് ഡിസംബറിലാണെന്നുമാണ് സിക്രിയുടെ വാദം. എന്നാൽ നിയമന വിഷയം അറിയാമായിരുന്ന സിക്രി ഉന്നതതല സമിതിയിൽ നിന്ന് എന്തുകൊണ്ട് മാറുന്നില്ലെന്ന ചോദ്യമാണ് വിമർശകർ ഉന്നയിക്കുന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വേദിയായ കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രറി ട്രൈബ്യൂണലിൽ ഒരു പ്രസിഡന്റും 6 അംഗങ്ങളുമാണുള്ളത്. ട്രൈബ്യൂണലിൽ കുറെ വർഷങ്ങളായി ഇന്ത്യക്ക് പ്രതിനിധിയില്ല. ഈ സാഹചര്യത്തിലാണ് ഒഴിവന്ന ഒരു അംഗത്വം ഇന്ത്യക്ക് ലഭിച്ചത്. ഈ സ്ഥാനത്തേക്കാണ് ജസ്റ്റിസ് AK സിക്രിയുടെ പേര് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ അലോക് വർമ്മയെ മാറ്റിയതും കോമൺവെൽത്ത് ട്രൈബ്യൂണലിലേക്കുള്ള തന്റെ നിയമനവും കൂട്ടിക്കുഴച്ചതിൽ ജസ്റ്റിസ് AK സിക്രി ദുഃഖമറിയിച്ചു. അലോക് വർമ്മ വിഷയം പരിഗണിക്കുന്ന ഉന്നതതല സമിതിയിൽ നിയോഗിച്ചത് കഴിഞ്ഞ ആഴ്ചയാണെന്നും കോമൺവെൽത്ത് ട്രൈബ്യൂണലിലുള്ള ഇന്ത്യൻ പ്രതിനിധിയാകാൻ സമ്മതം അറിയിച്ചത് ഡിസംബറിലാണെന്നുമാണ് സിക്രിയുടെ വാദം. എന്നാൽ നിയമന വിഷയം അറിയാമായിരുന്ന സിക്രി ഉന്നതതല സമിതിയിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിന്നില്ലെന്ന ചോദ്യമാണ് വിമർശകർ ഉയർത്തുന്നത്. മാർച്ച് 6-ന് ശേഷം ട്രൈബ്യൂണൽ പദവി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ജസ്റ്റിസ് AK സിക്രി കഴിഞ്ഞ ദിവസം പ്രശ്നവിവാദമായതോടെ പിന്മാറിയിരുന്നു. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. അലോക് വർമ്മയെ മാറ്റുന്നതിൽ ഉന്നതതല സമിതിയിലെ മറ്റൊരംഗമായ മല്ലികാർജ്ജുൻ ഖാർഗെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പ്രധാനമന്ത്രിയുടെയും ജസ്റ്റിസ് AK സിക്രിയുടെയും ഭൂരിപക്ഷ വിധിയിലൂടെ അലോക് വർമ്മയെ CBI സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ നിലപാടിനെ സിക്രി പിന്തുണച്ചതാണ് വിവാദമായത്. അലോക് വർമ്മ വിഷയത്തിൽ അന്വേഷണം നടത്തിയ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് AK പട്നായിക്കും മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറും ഉന്നതതല സമിതിയുടെ തീരുമാനത്തെ വിമർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ, ബെന്നി ബെഹനാൻ എന്നിവരെയാണ് വിളിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തുകയും സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനാ പ്രതിസന്ധിയിലുമായ ഘട്ടത്തിലാണ് ഹൈക്കമാൻഡ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുകുൾ വാസനിക്കാണ് നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രചരണ കമ്മിറ്റി ചെയർമാൻ K മുരളീധരൻ, UDF കൺവീനർ ബെന്നി ബെഹന്നാൻ, തെലങ്കാനയുടെ ചുമതലയുള്ള ഉമ്മൻചാണ്ടി എന്നിവരെയാണ് ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. മറ്റന്നാൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മുകുൾ വാസനിക്കുമായി ചർച്ച നടത്തും. ഈ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. പുനഃസംഘടന നടക്കാത്ത സാഹചര്യത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുൻപോട്ടു പോകാനാണ് KPCCയുടെ തീരുമാനം. എന്നാൽ ഗ്രൂപ്പുകൾക്കതീതമായ പുനഃസംഘടനയ്ക്ക് രാഹുൽ ഗാന്ധി പച്ചക്കൊടി നൽകിയിട്ടും ഇത് നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ അമർഷം ഹൈക്കമാൻഡ് കേരള നേതാക്കളെ അറിയിക്കും. ശൂരനാട് രാജശേഖരൻ, തമ്പാനൂർ രവി എന്നിവരെ
ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തി താൽക്കാലിക പുനഃസംഘടന നടത്താനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ കെ ബാബുവിനെയും ഡൊമിനിക് പ്രസന്റേഷനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ഉമ്മൻചാണ്ടിയും ശരത്ചന്ദ്ര പ്രസാദിനായി ചെന്നിത്തലയും നിലപാട് ഘടിപ്പിച്ചതോടെയാണ് പുനഃസംഘടന അവതാളത്തിലായത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഗ്രൂപ്പ് പ്രവർത്തനം ബാധിക്കരുതെന്ന കടുത്ത നിലപാട് തന്നെയായിരിക്കും ഹൈക്കമാൻഡ് കൈക്കൊള്ളുക. പുതിയ കമ്മിറ്റിയിലെ അംഗങ്ങളെയും ഡൽഹി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം NDA മുന്നണിയുടെ ഭാവി പ്രതീക്ഷകളെ ഉലച്ചുവെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ രാംവിലാസ് പാസ്വാൻ പറഞ്ഞു. മുന്നോക്ക സംവരണത്തിലൂടെ ഇത് മറികടക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സമാജ്വാദി BSP സഖ്യത്തിന് പിന്തുണയുമായി ലാലു പ്രസാദ് യാദവിന്റെ RJD തേജസ്വി യാദവ് മായാവതിയുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ ആത്മവിശ്വാസത്തിൽ കുറവ് വന്നത് ആദ്യമായി തുറന്നു പറയുകയാണ് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം മുന്നണിയെ ഉലച്ചുവെന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ പാസ്വാൻ ചൂണ്ടിക്കാട്ടി. ഇത് മറികടക്കാൻ മുന്നോക്ക സംവരണ ബില്ലിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഭരണഘടനാ ഭേദഗതി പാസാക്കിയതിനാൽ ബില്ലിന്റെ നിയമസാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ല എന്നും രാംവിലാസ് പാസ്വാൻ പറഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മുന്നോക്ക സംവരണ നിയമം ഗുജറാത്തിൽ പ്രാബല്യത്തിലായി. നിലവിൽ നടക്കുന്ന നിയമനങ്ങളിൽ മുന്നോക്ക സംവരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വിജയ് രൂപാണി അറിയിച്ചു. അതേസമയം UPയിൽ രൂപീകരിക്കപ്പെട്ട SP-BSP സഖ്യത്തിന് പിന്തുണയേറുന്നു. ബീഹാറിൽ നിന്നും RJD നേതാവും ലാലു പ്രസാദ് യാദവിന്റെ പുത്രനുമായ തേജസ്വി യാദവ് ലക്നൌവിലെത്തി മായാവതിയുമായി കൂടിക്കാഴ്ച നടത്തി. സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ബീഹാറിലും BJPയെ തോൽപ്പിക്കുകയാണ് പ്രഥമ ലക്ഷ്യമെന്ന് തേജസ്വി യാദവ് അറിയിച്ചു. സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കോൺഗ്രസ് സമാജ്വാദി വിമത നേതാവായ ശിവപാൽ യാദവുമായി ചർച്ച നടത്തി. ശിവപാലിന്റെ PSPക്ക് സീറ്റ് നൽകിയേക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം SP-BSP പിന്തുണ പാർലമെന്റിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മഹാരാഷ്ട്രയിലാകട്ടെ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ കോൺഗ്രസുമായി പൂർത്തിയായി വരുന്നതായി NCP അധ്യക്ഷൻ ശരത് പവാർ അറിയിച്ചു. 8 സീറ്റിലാണ് തർക്കം. ആകെയുള്ള 48 സീറ്റിൽ 40 സീറ്റിലും ധാരണയായി. അടുത്ത മാസം പകുതിയോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്ന കണക്കുകൂട്ടലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ട് തന്നെ UPക്ക് പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലും സഖ്യ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ഇടവേള. രാജ്യത്തിന്റെ ധനക്കമ്മി അതിരൂക്ഷമാകുന്നതായി റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 1-ന് പൊതു ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ കടബാധ്യത വർദ്ധിക്കുന്നതിനാൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ കുറയ്ക്കേണ്ടി വരുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. നിക്ഷേപത്തിനുള്ള രാജ്യാന്തര ഗ്രേഡിംഗിലും ഇന്ത്യക്ക് തിരിച്ചടി. നോട്ട് നിരോധനവും GSTയും ഉണ്ടാക്കിയ പ്രതിസന്ധികൾ വിപണിയിൽ തുടരുന്നു. കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലേക്ക് കടക്കുന്ന കേന്ദ്ര ധനമന്ത്രാലയത്തിന് മുന്നിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് രാജ്യത്തെ ധനക്കമ്മി. മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ 3.3% കമ്മി ചുരുക്കുകയായിരുന്നു ബഡ്ജറ്റിൽ ലക്ഷ്യം. പക്ഷേ 3.5% താഴേക്ക് നിലവിലെ സ്ഥിതിയിൽ ധനക്കമ്മി കുറയില്ലെന്ന് ധനകാര്യ വിദഗ്ധർ കണ്ടെത്തുന്നു. GST വരുമാനത്തിലെ ഇടിവ്, നോട്ട് നിരോധനമുണ്ടാക്കിയ വിപണി നഷ്ടം, വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് എക്സൈസ് തീരുവ കുറയ്ക്കേണ്ടി വന്നതൊക്കെ കേന്ദ്ര വരുമാനത്തെ കാര്യമായി ബാധിച്ചു. പൊതുമേഖലയുടെ ഓഹരി വിൽപ്പനയിലും പ്രതീക്ഷിച്ച നേട്ടം മോദി സർക്കാരിന് ഉണ്ടാക്കാനായില്ല. സാമ്പത്തിക അവസ്ഥ പരിതാപകരമായതുകൊണ്ട് തന്നെ അടുത്ത മാസം 1-ാം തീയതി അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിക്കുന്ന പൊതു ബഡ്ജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്ക് വലിയ സ്ഥാനം നൽകാനാകില്ല. തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ സാമ്പത്തിക രംഗത്തിന്റെ തകർച്ച പുറത്തറിയിക്കാതിരിക്കാൻ ബഡ്ജറ്റിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സാമ്പത്തിക സംവരണം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തിടുക്കത്തിൽ നടപ്പിലാക്കിയേക്കില്ല. ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നെങ്കിലും നിയമതർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ആലോചന. അതേസമയം സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 2019-20 അധ്യയന വർഷം തന്നെ സാമ്പത്തിക സംവരണം നടപ്പാക്കും. അഭിമന്യുവിന്റെ കുടുംബത്തിന് CPIM നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വട്ടവടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പാർട്ടി സമാഹരിച്ച ധനസഹായവും മുഖ്യമന്ത്രി അഭിമന്യുവിന്റെ കുടുംബത്തിന് കൈമാറി. വട്ടവടയിൽ നിന്നും സമീറിന്റെ റിപ്പോർട്ടിലേക്ക്. അഭിമന്യുവിന്റെ ഓർമ്മകൾ ജ്വലിച്ചു നിന്ന അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ്. രക്ഷിതാക്കളായ മനോഹരൻ, ഭൂപതി എന്നിവരെ ആശ്വസിപ്പിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടിന്റെ താക്കോൽദാനവും സഹായനിധി കൈമാറ്റവും നിർവഹിച്ചു. സ്ഥലത്തിനും വീട് നിർമ്മാണത്തിനുമായി 39 ലക്ഷം രൂപയാണ് ചെലവായത്. സഹായനിധിയിൽ 23,75,000 രൂപ നിക്ഷേപമുണ്ട്.
അഭിമന്യുവിന്റെ ഓർമ്മയ്ക്കായി വട്ടവടയിൽ നിർമ്മിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മന്ത്രി എം മണി, MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, MLA S രാജേന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടറിമാരായ KK ജയചന്ദ്രൻ, CN മോഹനൻ, അഭിമന്യുവിനൊപ്പം അക്രമത്തിന് ഇരയായ അർജുൻ, അഭിമന്യുവിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയിലെ താരങ്ങൾ തുടങ്ങി പ്രമുഖർ ചടങ്ങിന് സാക്ഷികളായി എത്തിയിരുന്നു. ജൂലൈ 2-നാണ് മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിനെ SDPI പ്രവർത്തകർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വേദന കടിച്ചമർത്തി വർഗീയതയ്ക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് രക്തസാക്ഷി അഭിമന്യുവിന്റെ കുടുംബത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ തീവ്രവാദികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ ഇടമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അനേകം ജീവനുകൾ ഇതുപോലുള്ള നിരവധി ആസൂത്രണങ്ങളിലൂടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ വിരുദ്ധരായവർ അപഹരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിരവധി രക്തസാക്ഷികൾ നമ്മുടെ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുമുണ്ട്. ഇവിടെ ഓരോ രക്തസാക്ഷിത്വവും വേദനയോടെ പ്രസ്ഥാനം ഏറ്റുവാങ്ങുമ്പോഴും പ്രസ്ഥാനം പുറകോട്ട് പോവുകയല്ല ചെയ്തിട്ടുള്ളത്. പുറകോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചവരെ പിന്നിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നിലയാണ് ഓരോ ഘട്ടത്തിലും കണ്ടിട്ടുള്ളത്. അമേരിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ മാധ്യമരംഗത്തെ മികച്ച സംവാദകനുള്ള പുരസ്കാരം കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MLA അവാർഡ് സമ്മാനിച്ചു. 25,000 രൂപയും പ്രശംസാ ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൈരളി TVയിൽ സംപ്രേഷണം ചെയ്യുന്ന അന്വേന്യം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയാണ് ചന്ദ്രശേഖരനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഡോക്ടർ D ബാബു പോൾ, KM റോയ് എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. മാതൃഭൂമിയിലെ ഉണ്ണി ബാലകൃഷ്ണന് മാധ്യമരത്നം അവാർഡ്, ജോസി ജോസഫിന് മാധ്യമശ്രീ പുരസ്കാരം ഉൾപ്പെടെ മാധ്യമരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി.